ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ടാറ്റ പോവാം. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ചോറ്, കറി, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് പോവാം. ഇന്ന് ഇലയിലായിട്ട് നമ്മൾ ചോറിന് പോകണം. ഡിസ്പോസിബിൾ വെയിറ്റ് നോക്കിയിട്ട് കാണാല്ലേ എവിടേക്ക് പോണെന്ന് പറഞ്ഞില്ലല്ലോ. കോറമണ്ടൽ. ഇന്ന് ക്ലൈമറ്റ് ഒന്നും കുഴപ്പമില്ല. എന്താന്നറിയില്ല, പക്ഷെ നമ്മുടെ മറ്റേ ഋതിക് റോഷന്റെ എന്തോ ഒരു സംഭവം ചെയ്ത സ്ഥലം, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു സ്ഥലം അറിയാം അല്ലെ. ജോലി റെഡി ആയിട്ട് സുന്ദരിമണി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകാം. അതന്നെ. അപ്പൊ ഇട്ടാലോ? വാടാ വാടാ വാടാ, പോ 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 പോ, കേറി കേറി. അപ്പൊ ഞങ്ങള് നമ്മള് കഹോന പ്യാരിയൊക്കെ ഷൂട്ട് ചെയ്ത ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട്. വാവുട്ടി എന്നത്തെയും പോലെ തന്നെ അവരുടെ കാറിൽ കയറി പോയി. അവർ നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. ഇവിടെ നമ്മുടെ പൊന്നൂസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. കുറേ നാളായിട്ടുള്ള ആഗ്രഹം അല്ലേ, നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചോണ്ടിരിക്കാം. ഒരു പ്രാവശ്യം ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക്കാണ്. മഴയോട് മഴ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മറ്റേ എൻ്റെ ആങ്ങളയുടെ ഒക്കെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ട് അവര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് പോവാൻ പറ്റും, നമുക്കവിടെ പോയാലും ഇങ്ങനെ എന്താ പറയുക കയറാൻ പറ്റും, ക്ലോസ്ഡ് അല്ല എന്നുള്ളത്. അങ്ങനെ അങ്ങോട്ടുള്ള യാത്ര ഞങ്ങൾ ഫുഡൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കി അല്ലേ. ചിക്കൻ മറ്റേ ഗ്രില്ല് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒരു മസാല ആക്കിയിട്ട് അതും ചോറും പിന്നെ കറുമുറു സാധനങ്ങൾ കുറേ എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് ഒരുപാട് പൈസ നമ്മുടെ ഇത് പോകും. അങ്ങനെ നമ്മള് വെറുതെ പൈസ കൊണ്ടുപോകണം. നമുക്ക് ചോറൊക്കെ ഉണ്ടാകും തോന്നും. നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഒരുപാട് പൈസയാവും. നമുക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാല്. പിന്നെ എന്നിട്ട് മുറുക്ക് എടുത്തിട്ടുണ്ട്, പഴം എടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റുകള്, അങ്ങനെ ആരെ ഞങ്ങളല്ലേ എൻ്റെ ഏട്ടനെ കൊണ്ടുപോണത്. മൊത്തം സർപ്രൈസ് ആയിരുന്നു. എൻ്റെ ആകെ മറ്റേ ഷോക്ക് അടിച്ചിരിക്കായിരുന്നു. അയ്യോ എന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചില്ലത്. വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് എന്റെ കേക്ക് മുറിച്ചു. എല്ലാവരും ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുത്തിട്ടല്ലേ. അങ്ങനെ സർപ്രൈസ് കൊടുത്തിട്ട് ശരിയാ, എക്സ്പെക്ട് ചെയ്യണം നമ്മള്. സർപ്രൈസ് ആയിരുന്നു മുന്നൊക്കെ, പക്ഷെ ഇപ്പൊ എല്ലാവരും എക്സ്പെക്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ ആ ഒരു 9 ഞാനൊരു ഔട്ടിന്റെ ചിരി കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു. 12 മണിക്ക്. പിന്നെ നീ ഇപ്പൊ എന്ത് പൈസ ഇപ്പൊ ഇതാക്കണെങ്കിലും നമുക്ക് മെസ്സേജ് വരുമല്ലോ, നമ്മുടെ ജോയിന്റ് അക്കൗണ്ട് ആണ്. അത് കാരണം കൊണ്ട് നീ എടുത്താലും ഞാൻ എടുത്താലും രണ്ടുപേർക്ക് അറിയാൻ പറ്റും. പക്ഷെ എനിക്കപ്പൊ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല ഈ ഷർട്ടും ഡ്രസ്സ് ഇതൊന്നും വാങ്ങിയത്. ഞാൻ ഒരു ഷർട്ടാണ് എന്നിട്ടേക്കുന്നത്. ഇത് കേക്ക് മുറിച്ച് ഞങ്ങൾ പായസം ഉണ്ടാക്കി, ഫിഫ ചിക്കൻ ഉണ്ടാക്കി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എല്ലാം കൂടി പെട്ടെന്നായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടിപൊളിയാ ഇഫ ചിക്കൻ അല്ലേ, ഫിഫ അല്ല ഇഫ. അടിപൊളിയാ അതന്നെ. അങ്ങനെ അപ്പൊ ഞങ്ങൾ ബീച്ചിലേക്കുള്ള യാത്രയാണ്. നല്ല ചൂടുണ്ട് ഇന്ന് അല്ലെ. കുറവുണ്ടല്ലോ. നമ്മള് വേറെ സ്ഥല. ഞങ്ങൾ ആദ്യം പണ്ട് ഇതുപോലെ വന്ന സമയത്ത് പോയായിരുന്നു. പോയി ഞങ്ങൾ എത്തിയത് കോറമണ്ടല എത്തിയത്. വെള്ളം കുപ്പിയൊക്കെ എടുത്തു വെച്ചായിരുന്നോ? അപ്പൊ പോയി വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അവിടെ എത്തിയിട്ട് കാണാം. നീ കുറുക്കുറ അത് ശരി. നീ കുറുക്കുറ ഞങ്ങളിങ്ങനെ വന്നപ്പോ എവിടെ എത്തിയത്? സ്ഥലം അടിപൊളി സ്ഥലമല്ല. പക്ഷെ എന്നിട്ട് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നല്ല സ്ഥലാട്ടോ പക്ഷെ അല്ലേ. പൊട്ടവെള്ള. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് തന്നെ നന്നായിട്ട് വിശന്നായിരുന്നു. അപ്പം ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്തത് നമുക്ക് നിർത്താം, വല്ലതും കഴിക്കാമെന്ന്. ഇവിടെ ബോട്ടൊക്കെ ഇറക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ വെള്ളം ഭയങ്കര അഴുക്ക് വെള്ളം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഒരു തരം യെല്ലോ കളറ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്
ഞങ്ങൾ കൊണ്ടുപോയ ക്രീം ബണ്ണും ചിപ്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ വീട്ടിൽ നിന്ന് മൊത്തത്തിലുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പം പിന്നെ എല്ലാവർക്കും വിശന്നു. പോണ വഴിക്കുള്ള തുറുവ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ജെട്ടിയാണ് ഇവിടെ. അപ്പം ഇവിടെ അവിടേക്കുള്ള നമുക്ക് ഉള്ള എല്ലാ റൂൾസും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ കത്തീഡ്രൽ കോവിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് അറിയണത് ഇവിടെ നിന്ന് നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഇല്ല. പിന്നെ അവിടെ പാർക്കിങ്ങും കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന മെഷീനകത്ത് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പം ഒരാൾക്ക് $8 അപ്പ് ആൻഡ് ഡൗൺ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ഫ്രീ ആയിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ബസ്സിന് അവർ അങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ. അതുപോലെ നമ്മളെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവിടും. അതായിരുന്നു ആ $8 കൊണ്ടുള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ബസ് വന്നു. അപ്പം എൻ്റെ കയ്യിൽ ഷുക്കുണ്ടായിരുന്നു. എല്ലാവർക്കും സൈഡ് സീറ്റിലിരിക്കണം, എന്നാലല്ലേ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ എന്നൊരിതായിരുന്നു. ഞാൻ പിന്നെ ഏറ്റവും ബാക്കിൽ ഞാനും ഷുക്കും പോയിരുന്നു. അതേ വാവുട്ടിയൊക്കെ എല്ലാവർക്കും ഓരോ സീറ്റിൽ ഓരോരുത്തർക്ക് ഇരിക്കണം എന്നുള്ള ഇതിലായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടനും എൻ്റെ അടുത്ത് വന്നിരുന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കലും വർത്താനൊക്കെ ആയി ഒരു ഏകദേശം 5 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. അതും അവിടെയാണെങ്കിലും അധികം പാർക്കിംഗ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇവർ ഈ ബസ് സർവീസ് മെയിനായിട്ട് നടത്തുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. പിന്നെ അവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞങ്ങൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ ബാഗൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ബാഗിനകത്ത് ഒന്നുമില്ല. അങ്ങനെ ബസ്സിൽ ഞങ്ങളവിടെ വന്നിറങ്ങിയപ്പം തിരിച്ചു പോകാനുള്ള കുറേ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞായിരുന്നു അവിടെ ബോട്ട് സർവീസ് ഉണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു മനസ്സിൽ 45 മിനിറ്റ് നടക്കണ്ട, നമുക്ക് ബോട്ടിലൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ പാർക്കിങ്ങിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിൻ്റെ പ്രൈസ് നോക്കിയപ്പം $80 ഒരാൾക്ക് ബോട്ട് സർവീസിന്. പക്ഷേ നമ്മൾ ബോട്ട് സർവീസ് എടുത്താൽ നമുക്ക് കുറച്ചും കൂടിയും ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് ഞങ്ങൾ കേട്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ എല്ലാം നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് നമ്മളത് എടുത്തില്ല. നമ്മൾ നടക്കാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ പോണ വഴിയിലൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു യാത്ര നമ്മളെന്തായാലും നന്നായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന് മുന്നേ ഞങ്ങൾക്കൊന്ന് ആലോചിച്ചായിരുന്നു. ഈ കൊറോമേഡൽ ട്രിപ്പ് പിന്നെ കുറേ നാളുകൊണ്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് വെച്ചായിരുന്നായിരുന്നു. ഇവിടെ കണ്ടില്ലേ, അഡൽറ്റിന് $80, പിള്ളേർക്ക് $60 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ കോവിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കയാക്കിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്കിത് വേണമെങ്കിൽ മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇത് സമ്മറിലൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നടക്കുള്ളൂ. വിൻ്ററിലൊക്കെ ഇത് മിക്കവാറും എല്ലാം അടച്ചിട്ടേക്കായിരിക്കും. അങ്ങനെ ഇപ്പൊക്കെ നല്ല എനർജിയോട് കൂടിയാണ് ഷുക്കൊക്കെ ചാടി നടന്നു തന്നെ. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ എനർജി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിയിൽ നമ്മൾ കുറച്ച് താഴോട്ട് നടക്കുമ്പോൾ പിന്നെ കുറച്ച് ഹൈറ്റിലോട്ട് നടക്കേണ്ടി വരും. അങ്ങനെ ഒരു നിരപ്പായൊരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ചിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് കയറണമല്ലോ എന്നൊരു ഫീലിലായിരുന്നു പോയായിരുന്നത്. പക്ഷെ അല്ല കേട്ടോ, ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റും ഇറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് നടക്കുമ്പോൾ. പിന്നെ അവസാനം നമ്മൾ അങ്ങ് നടന്ന് പോയി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കലൊരു രസമാണ്. പക്ഷെ എന്നിരുന്നാലും കുറേ നടന്ന് കഴിയുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. ഇവിടെ ഓരോരുത്തർ ആദ്യം വന്നപ്പോൾ സ്വെറ്ററും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തർ ഡ്രസ്സെല്ലാം അഴിച്ച് ഒടുങ്ങി. പിന്നെ അവിടെ ഒരു ചെറിയൊരു മരം കണ്ടപ്പോൾ പൊന്നൂസ് അവിടേക്ക് ഓടി കയറി. എന്നിട്ട് അവിടെ അറ്റത്ത് നിന്ന് ഫോട്ടോ എടുത്ത് തരണം അപ്പാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓടി വരുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് രസമാണ് നമ്മൾ നടക്കുമ്പോഴെല്ലാവരും കൂടി. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഫുഡൊക്കെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കയ്യിലെടുക്കാൻ വേണ്ടി മറന്നുപോയി. തൊപ്പി എടുത്തില്ല, തൊപ്പി വണ്ടിക്കകത്ത് വെച്ച് മറന്നു. പിന്നെ യാത്ര നമുക്ക് ചൂടെടുത്ത് തുടങ്ങി. അപ്പം പൊന്നൂസൊക്കെ സ്വെറ്റർ ഇട്ട് വന്നത് സ്വെറ്റർ ഊരി അങ്ങനെ നടന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമുക്കിവിടെ
സ്റ്റെപ്പുകൾ വന്നു. ഈ സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂസ് കുറച്ചിങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോഴാണ് എൻ്റെ മോനെ നമ്മൾ ശരിക്കും ഒരു പറുദീസയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലാണ്. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹം കത്തീഡ്രൽ കോവ് കാണണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നമ്മുടെ എൻ്റെ ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കഹോന പ്യാരെ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നാണ് പറയണത്. ഇപ്പം ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒരു കല്ല് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ നേരം അതിൻ്റെ അടിയിൽ നിൽക്കരുത്, വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് ചെറുതായിട്ട് ചിലപ്പം ഇങ്ങനെ കുഞ്ഞു കല്ലുകളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ. പക്ഷെ എല്ലാവരും അതിനടിയിൽ തന്നെ നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഈ കടലിൻ്റെ ഉള്ളിലായിട്ടായാലും കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ നമ്മുടെ ആകാശമാണെങ്കിലും ഭയങ്കര നീല കളറ്, വെള്ളത്തിനാണെങ്കിലും ഒരു നീല കളറ്. എല്ലാവരും ഒരുവിധം ചെറുതായിട്ടൊരു ചെറിയ തണുപ്പുണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. അങ്ങനെ ഒരു മിക്സഡ് കാലാവസ്ഥയായിരുന്നു. അപ്പം എല്ലാവരും കുളിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പിള്ളേരുകളെല്ലാവരും കുളിച്ചായിരുന്നു കടലിലിറങ്ങിയിട്ട്. നമ്മൾ പക്ഷേ ജസ്റ്റ് ഒന്ന് അതിനകത്ത് കൂടെ നടന്നുള്ളൂ. പക്ഷെ നമ്മൾ വെള്ളത്തിലിറങ്ങി കുളിക്കാനൊന്നും നിന്നില്ല. എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ടവലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടന്ന് വയ്യാണ്ടാവും എന്ന് വിചാരിച്ച് പിന്നെ നമ്മളങ്ങനെ വെള്ളത്തിനകത്തോട്ട് അധികം അങ്ങ് ഇറങ്ങിയില്ല. എൻ്റെ ഏട്ടപ്പം ആ കല്ലൊക്കെ നന്നായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യണതാണ്. ഇപ്പം നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ഒരുതരം നീലയും പച്ചയും കൂടി ഒരു കളറിലുള്ളൊരു വെള്ളം, പിന്നെ ആ ഒരു കല്ല് അവിടെ അങ്ങനെ നിൽക്കണത് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി. എന്താ പറയുക, ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ. നല്ല ഭംഗി. നമ്മൾ കുറച്ചൊന്ന് നടന്ന് ക്ഷീണിച്ച് എത്തിയാലും നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴായാലും നമ്മൾ ആലോചിക്കുന്നത് മൊത്തം തിരിച്ചിനി വഴി മൊത്തം നടക്കണമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. എന്നിരുന്നാലും നമുക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പം നമ്മുടെ കണ്ണിന് നൽകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിനും എല്ലാം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ ഒരുമിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞങ്ങനെ പോകുമ്പോൾ കുറേയൊക്കെ ക്ഷീണമൊക്കെ അതിനകത്ത് അങ്ങ് മാറിപ്പോവും. അതേ പൊന്നൂസ് അവിടെ നിന്നിട്ട് അവൻ്റെ ഡ്രസ്സ് മാറുന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളുടെ രീതിയിൽ കുറേ റീലൊക്കെ എടുത്ത്, പിള്ളേരാണെങ്കിലും വെള്ളത്തിനകത്ത് തകർത്ത് മറിഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ഉപ്പുണ്ട് എന്നാലും പിള്ളേരൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് തകർത്തായിരുന്നു. അപ്പം എൻ്റെ ഏട്ടനാണെങ്കിലും നടന്ന് കുറച്ച് നേരം എല്ലാ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റീലെല്ലാം എടുത്തത്. പക്ഷേ അടിപൊളി. ഇന്നത്തെ യാത്ര എന്താ പറയുക, നമുക്ക് അധികം പൈസ ചിലവൊന്നുമില്ല, ആകെ പെട്രോൾ അടിക്കണ പൈസ ചിലവ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ രണ്ട് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു. ഞങ്ങൾ ചോറും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകാനായിട്ട്. എന്നുവെച്ചാൽ ലാസ്റ്റ് ബസ് 6 മണിക്കാണ്. 6 മണിയാകുമ്പോൾ പിന്നെ ബസ് അതിന് ശേഷം ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ തകർക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ച് ഞങ്ങളുടെ ബസ്സിനകത്തോട്ട് വന്ന്. ഇപ്രാവശ്യം ഞങ്ങൾ ബാക്കിലോട്ട് പോയിരുന്നില്ല, എല്ലാവരും ഫ്രണ്ടിൽ തന്നെയായിരുന്നത്. അപ്പം ഷുക്ക് നോക്കി ഹായ് ഒക്കെ പറയുന്നുണ്ട്, നമ്മുടെ ജൂവലും ഹായ് പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടായിരുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ മുന്നേ ടോപ്പോലുള്ളത് ഇപ്പോൾ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്, നമ്മുടെ വാവുട്ടിയുടെയും പൊന്നൂസിൻ്റെയും ഹോളി കമ്മ്യൂണിയൻ്റെ സമയത്ത്. അപ്പം ആ ഡ്രസ്സാണ് ഞങ്ങളിന്ന് രണ്ടുപേരും ഇട്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചോറുണ്ണാനായിട്ട് ഇവിടെ എത്തി. ഇല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പാർക്കിങ്ങിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ, ഞാൻ ചോറ് വാവുട്ടിക്കാണ് ഞാൻ വാരി കൊടുക്കണം കേട്ടോ, അവന് കൈ കൊണ്ട് കഴിക്കാൻ ഇച്ചിരി മടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിലും അവരവരുടെ വണ്ടിയുടെ ബാക്കിലും നിന്ന് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ച് അടിപൊളി. നല്ല വെയില്. ഇപ്പം എത്ര മണി? ഇവിടെ 5:45. നടന്ന് അങ്ങനെ പോയി. ബീച്ച് അടിപൊളി സെറ്റപ്പ് അല്ലേ ചേട്ടാ? ബീച്ച് നല്ല അടിപൊളി എന്ന് വെച്ചാൽ നമ്മുടെ കഹോന പേര് എടുത്ത ആ ഒരു കേവ് നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഒരുവിധം എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. അവിടെ വെച്ചൊന്നും പറയാൻ പറ്റിയില്ല, എല്ലാ ആൾക്കാരും ഭയങ്കര വെള്ളം. പിന്നെ നമ്മൾ നടന്ന് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. പക്ഷെ എന്നാലും അങ്ങനെ പിന്നെ നമ്മള് പിള്ളേരും എല്ലാവരും നോക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് സംസാരിച്ച് നടക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടില്ല. പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞ് കയറി വന്നപ്പോഴേക്കും സാധാരണ പോലെ തന്നെ നന്നായിട്ട് വിശന്നു. പിന്നെ ചോറും ചിക്കൻ കറിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഇപ്പൊ തിരിച്ച് വീട്ടിൽ കയറി വണ്ടിയിൽ കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കാം. ഇനിയൊരു 2 മണിക്കൂറുണ്ട്, 2 മണിക്കൂർ. 8 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും. ട്രാഫിക് കുറവായിരിക്കും.
അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നമുക്കൊരു എന്താ പറയാ, നമ്മള് കൊറേ വയ്യാണ്ടായി നമ്മള് അവിടേക്ക് ഇറങ്ങി ചെന്നപ്പോഴായാലും നമുക്ക് ആ സ്ഥലം കണ്ടപ്പോ ഭയങ്കര ഒരു ഫീല്. പിന്നെ പൊന്നൂസും മാവൂട്ടിയും ജൂവലും ഒക്കെ വെള്ളത്തിനകത്ത് കിടന്ന് തകർത്തു, ശുക്കും തകർത്തു കേട്ടോ. നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് നടന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും അടിപൊളി ഫീൽ. ഒരു നടന്ന് കുറച്ച് ഫാറ്റും ബേൺ ആയിട്ടുണ്ട്. നല്ല ചോറടിച്ചു. ആ ചോറും കൂടി കഴിച്ചപ്പോ നമുക്ക് നല്ല സുഖമായി. ഫാറ്റ് ഒരിക്കൽ പോയ ഫാറ്റൊക്കെ തിരിച്ചു കഴിച്ചിട്ടുണ്ട്. ചിക്കനും ചോറൊക്കെ കഴിച്ചു. അല്ല, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേ ഫുഡൊക്കെ കൊണ്ടുപോകണേ അടിപൊളിയാവും. കാശ് ചിലവാവില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ പറഞ്ഞു. എന്നാലും ഞങ്ങൾ അന്ന് അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കേക്ക് മുറിക്കലും ഞങ്ങളുടെ ഈ യാത്രയും എല്ലാം ആയിട്ട്. അല്ലേ മാവട്ടി? നല്ല സന്തോഷമായില്ലേ? അപ്പം അത്രയ്ക്കേ ഉള്ളൂ.